സർവ്വവ്യാപിയായ ഒരു രോഗമാണ് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക്. അതുപോലെ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യവും. ഒരു പൊതുവിജ്ഞാനം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാരും കരുതിയിരിക്കുന്നത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് നെഞ്ചുവേദന, അല്ലെങ്കിൽ ഇടത് ഷോൾഡറിലുണ്ടാകുന്നൊരു റേഡിയേറ്റിംഗ് പെയിൻ, അതല്ലെങ്കിൽ ഛർദി വരിക, ഒക്കാനം വരിക, ശ്വാസ തടസ്സം ഉണ്ടാവും. ഇതൊക്കെയാണ് പൊതുവെ ആൾക്കാർ കരുതിയിരിക്കുന്ന ഹൃദയാഘാതത്തിൻ്റെ സിംറ്റംസായിട്ട്. പക്ഷേ പല പഠനങ്ങളിലും അല്ലെങ്കിൽ പല എക്സ്പേർട്സുകളും പറയുന്നത് ഹൃദയാഘാതത്തിൻ്റെ നല്ലൊരു ശതമാനം ആൾക്കാരിലൊക്കെ തന്നെ ആദ്യത്തെ സിംറ്റം മരണം തന്നെയാണ്. അപ്പോൾ അത്രയും മുൻകരുതൽ എടുക്കേണ്ട ഒരു വിഷയമാണ് ഹൃദയാഘാതം. അത്രയും പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ഹാർമണി സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഹാർമണിയുടെ ഫൗണ്ടേഴ്സിൽ ഒരാളുമായിട്ടുള്ള ഡോക്ടർ സുധീറാണ്. ഹാർമണിയുടെ ഈ ഒരു ഫ്ലോറിലേക്ക് സ്വാഗതം. താങ്ക് യു ഡോക്ടർ മഞ്ചാൻ. ഒരു ജനറൽ പ്രാക്ടീഷണർ രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 20-ലധികം വർഷമായിട്ട് ജനറൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഹൃദയാഘാതത്തെക്കുറിച്ചും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഡോക്ടർ സുധീറിൻ്റെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഏറ്റവും കൂടുതൽ എമർജൻസി വിഭാഗത്തിൽ കണ്ടിട്ടുള്ള ഒരു സീനാണ്. നെഞ്ചുവേദനയായിട്ട് വരുന്ന വ്യക്തി നമ്മൾ CCUലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിന്റെ കൺസെന്റ് ഒക്കെ വാങ്ങിച്ച് ബാക്കിയൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോഴോ അതിന് തൊട്ട് മുമ്പോ ചിലപ്പോൾ വരുമ്പോൾ തന്നെയോ നേരത്തെ ഡോക്ടർ മഞ്ചാദ് പറഞ്ഞ പോലെ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യും, മരണത്തിലേക്ക് പോകുന്നുണ്ട് പല സമയത്ത്. പണ്ടത്തെക്കാൾ നമുക്ക് അവരെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ പോലും സമയം ഒരു വളരെ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. അവിടെ ഒരു മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തിയില്ലെങ്കിൽ പലപ്പോഴും മരണം തന്നെയാണ് അതിന്റെ എൻഡ് റിസൾട്ട്. കാര്യം when the heart dies we die. Okay, if you have a stroke you can survive, okay, with the stroke. പക്ഷെ when the heart dies, has a serious problem, death is a very common occurrence around the heart disease. Okay, because അവിടെ നമുക്ക് സമയമില്ല. ആ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെയും സ്റ്റോറി തീരുകയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വളരെയധികം എല്ലാവരും ഹൃദയരോഗത്തിനെ പേടിക്കുന്നു. പക്ഷേ എനിക്കൊന്ന് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഹൃദയ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതോ വെറുതെ പേടിക്കുന്നേ ഉള്ളൂ? ഫിയർ ഡസ് നോട്ട് അച്ചീവ് എനിത്തിങ്, അണ്ടർസ്റ്റാൻഡിങ് വിൽ അച്ചീവ് സംതിങ്. ഓക്കെ, ലെറ്റ്സ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ, അതായത് ആർട്ടീരിയൽ വാളിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യുക, അത് വളർന്ന് പ്ലാക്കുകളായി മാറുക, അത് രക്തക്കുഴലിൽ കൂടെ രക്തത്തിൻ്റെ ഒഴുക്കിനെ തന്നെ തടസ്സപ്പെടുത്തുക, പിന്നീട് അത് ഹൃദയത്തിൻ്റെ ഭിത്തികളിലോട്ട് വേണ്ട സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഫെയിലിയർ ആവുക. ഈ ഒരു കണ്ടീഷനിലെ കൊണ്ട് എത്തിക്കുന്നതിന് നമ്മൾ പറയുന്നത് അതെറോസ്ക്ലിറോസിസ് എന്നാണ് പറയുന്നത്. അത് പിന്നീട് ഹൃദയാഘാതത്തിലോട്ട് നയിക്കാറുണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്നത് അതെറോസ്ക്ലിറോസിസ് കാർഡിയോവാസ്കുലർ ഡിസീസ്, ASCVD എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നക്കാരനായിട്ട് നമ്മൾ കാണുന്നത് രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നതാണ്. എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം കൊളസ്ട്രോളിനെ നമ്മൾ വളരെയധികം ഭയപ്പെടുന്നത്. അപ്പോൾ ഡോക്ടർ സുധീർ, ഈ കൊളസ്ട്രോൾ ഒരു വലിയ കുഴപ്പക്കാരനാണോ അതോ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ളൊരു വസ്തുവാണോ? അതെ, കൊളസ്ട്രോൾ വില്ലനാണോ അല്ലേ? അതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതിന്റെ ഉത്തരം യെസ് ആൻഡ് നോ. ഒരാളെ വില്ലനാക്കുന്നത് സാഹചര്യമാണ്. ഒരു അധ്യാപകന്റെ മകനായ തോമ സിനിമയിൽ വില്ലനാണെങ്കിലും അവസാനം എന്തായി തീരുന്നു എന്ന് നമ്മൾ ആ സിനിമ കണ്ടവർക്കറിയാം. അപ്പൊ സാഹചര്യമാണ് എന്നെ എങ്ങനെ ആക്കിയത് എന്ന കഥാപാത്രം അവിടെ പറയും. എന്ന് പറഞ്ഞ പോലെയാണ് കൊളസ്ട്രോളിന്റെ കാര്യം. കൊളസ്ട്രോൾ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ശരീരത്തിൽ നല്ല രീതിയിൽ ഉൽപാദനമുള്ള കരൾ ആണ് 80% കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നല്ലൊരു ശതമാനം ആൾക്കാരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിലൂടെ കിട്ടുന്ന കൊളസ്ട്രോൾ ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു 20% മാത്രമാണ് നമുക്ക് ഡയറ്റിൽ നിന്ന് കിട്ടുന്നത്. അഥവാ ഇനി നമ്മൾ ശരീരത്തിൽ മൊത്തം കാണുന്ന കൊളസ്ട്രോളിൽ 20% ഭക്ഷണത്തിൽ നിന്നും ബാക്കി 80% നിർമ്മിക്കുന്നത് ഏകദേശം ഡൈനാമിക് ആണ് ആ ബാലൻസ്. അഥവാ നമ്മൾ അല്പം കൊളസ്ട്രോൾ കൂടുതൽ കഴിക്കാമെന്ന് വിചാരിക്കുക, അത് തന്നെ അത്ര എളുപ്പമല്ല. എങ്കിലും കൊളസ്ട്രോൾ കൺസംഷൻ കൂടിയെന്ന് വിചാരിക്കുക. കരൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഡൗൺ റെഗുലേറ്റ് ചെയ്തോളും.
ഇനി അഥവാ കുറഞ്ഞാൽ കരൾ ആവശ്യത്തിനുള്ള കൊളസ്ട്രോൾ ഉണ്ടാകും. കാരണം ശരീരത്തിലെ ട്രില്യൺസ് ഓഫ് കോശങ്ങളുടെയും സെൽ വാൾ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ പ്രധാന ഘടകം അല്ലെങ്കിൽ ഏറ്റവും മേജർ ഘടകം കൊളസ്ട്രോളാണ്, പിന്നെ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ നമ്മളില്ല എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് പറയാം. അപ്പം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും കോശങ്ങളുടെ ഭിത്തിയും നിർമ്മിക്കണമെങ്കിൽ വളരെ അത്യന്താപേക്ഷമായിട്ടുള്ള ഒന്നാണ് കൊളസ്ട്രോൾ. തീർച്ചയായും നമ്മുടെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയുടെ കീ പാർട്ടാണ്. ഓക്കെ, പ്രോട്ടീനാണ് ആ ഭാഗത്ത് സംസാരിക്കുമ്പോൾ കൂടുതൽ പറയാറുള്ളതെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു മോളിക്യൂൾ ആണ് കൊളസ്ട്രോൾ. പലപ്പോഴും അത് ആൾക്കാർ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു വില്ലൻ പരിവേഷമാണ് എപ്പോഴും കൊടുക്കുക. അതൊന്ന്. അതുപോലെ തന്നെ രണ്ട്, അതെ, അത് രണ്ട്, നമ്മൾ ഇതേ കാര്യം തന്നെ ബ്രെയിനിന്റെ കാര്യത്തിലേക്ക് കിടക്കും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അവയവമാണ് ബ്രെയിൻ. അതിലുള്ള കൊഴുപ്പിന്റെ മെജോറിറ്റി ശരീരത്തിൽ, ആ ബ്രെയിനിലെ കൊഴുപ്പിലെ മെജോറിറ്റി കൊളസ്ട്രോൾ തന്നെ. ബ്രെയിനിൽ നിന്നൊരു സന്ദേശം നമ്മളുടെ അവയവങ്ങളിലേക്കും കൈകാലുകളിലേക്കും ശരീരത്തിലെ ഏത് ഭാഗത്ത് എത്തണമെന്നുണ്ടെങ്കിലും ഞരമ്പുകളിലൂടെയാണ് എത്തുന്നത് അറിയാം. നാഡീവ്യൂഹത്തിലൂടെയാണ് എത്തുന്നത്, നെർവസ് സിസ്റ്റം. ആ നെർവസ് സിസ്റ്റത്തിലൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ടാണ് ഇപ്പോൾ. ഈ ഇലക്ട്രിസിറ്റി എങ്ങനെ ക്യാരി ചെയ്യുന്നു? ഒരു ഇത്രയും ഫലപ്രദമായി സെക്കൻഡുകൾ കൊണ്ട് തന്നെ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തുന്നു? ആ ഇലക്ട്രിസിറ്റി ഇത്ര ഫാസ്റ്റായിട്ട് ബ്രെയിനിൽ നിന്നൊരു സന്ദേശം നമ്മുടെ ശരീരത്തിന്റെ കോണിൽ എത്തുന്നതിന്റെ ഒറ്റ റീസൺ അതിന്റെ പുറത്തൊരു മൈലിൻ ഷീത്ത് ഉള്ളതുമാണ്. ആ മൈലിൻ ഷീത്തിന്റെ പ്രധാന ഘടകവും കൊളസ്ട്രോൾ തന്നെ. ആ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോ ഇന്റഗ്രിറ്റി, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ വളരെ കെയർസ്. ഇനി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വളരെ വളരെ പ്രധാനപ്പെട്ട പല ഹോർമോണുകളുടെ നിർമ്മാണത്തിനും കൊളസ്ട്രോൾ ആവശ്യമാണ്, അല്ലേ? കോർട്ടിസോള്, ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്ററോൺ, എല്ലാ സെക്സ് ഹോർമോൺസ്. അതെ, സെക്സ് ഹോർമോൺസ്. ഓക്കെ, അതുപോലെ തന്നെ ബൈൽ ആസിഡ്സ്. അതെ, നമ്മളെ ദഹന പ്രക്രിയക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈൽ ആസിഡ്സിന്റെ പ്രൊഡക്ഷനും കൊളസ്ട്രോൾ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ് കൊളസ്ട്രോൾ. ഒരുപക്ഷെ നമ്മൾ കരുതിയിരുന്ന വളരെ കുഴപ്പക്കാരെന്ന് കരുതുന്ന കൊളസ്ട്രോളിന് ഇത്രമാത്രം പ്രാധാന്യം മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ, മനുഷ്യൻ്റെ ഘടനയിൽ, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പ്രാധാന്യമുള്ള കൊളസ്ട്രോൾ, നേരത്തെ ഡോക്ടർ സുധീർ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ശത്രുവായി, പ്രത്യേകിച്ച് ഹൃദയത്തിലൊരു വില്ലനായി മാറുന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. എവിടെ നിന്നാണ് ഡാമേജ് തുടങ്ങുന്നത്? ഡാമേജ് തുടങ്ങുന്നത് നമ്മൾ ഹാർമോണിയിൽ സംസാരിക്കാറുള്ള നമ്മുടെ ക്ലയൻസിനോട് സംസാരിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഇൻഫ്ലമേഷൻ. അപ്പൊ ചോദ്യം, ഇൻഫ്ലമേഷൻ എവിടെ നിന്ന് തുടങ്ങും? ഏകദേശം നമ്മൾ കാരണം അന്വേഷിച്ച് പോകുന്ന ഒരു ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ച് ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇൻഫ്ലമേഷന്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ എങ്ങനെയാണ് ഈ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കൊളസ്ട്രോൾ നമ്മുടെ ശത്രുവായി മാറും? ഇപ്പോൾ ഇൻഫ്ലമേഷൻ അതെന്ത് പല കാരണങ്ങൾ കൊണ്ട്, നേരത്തെ പറഞ്ഞു, ജീവിതശൈലി ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, എന്ത് കാരണം കൊണ്ടും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇന്ന് നമ്മളൊരു ക്രോണിക്കലി ഇൻഫ്ലൈംഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ഇൻഫ്ലമേഷന്റെ രക്തക്കുഴലുള്ള ഇൻഫ്ലമേഷൻ ഡാമേജ് എന്ന് പറഞ്ഞാൽ എൻഡോത്തീലിയൽ ഡിസ്റപ്ഷൻ, കണ്ടിന്യൂറ്റിയിൽ ബ്രേക്ക് വരും. അപ്പൊ നമ്മൾ ലീക്കി ഗട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എൻഡോത്തീലിയൽ ഡിസ്റപ്ഷൻ വരും. എവിടെ ഡിസ്റപ്ഷൻ ഉണ്ടായാലും അവിടെ ഒരു ശരീരത്തിൻ്റെതായ ഒരു റെസ്പോൺസ്. അപ്പൊ വേറെ രീതി പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ലീഡ്സ് ടു മോർ ഇൻഫ്ലമേഷൻ. അൺഫോർച്ചുനേറ്റ്ലി ശരീരം റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ് തന്നെ. അപ്പൊ ആ റിപ്പയറിനായിട്ട് അവിടെ റിപ്പയർ കോശങ്ങൾ വരും. നമ്മുടെ ശ്വേത രക്താണുക്കൾ അവിടെ എത്തും. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ് ഇവിടെ എത്തും. അതിലെ പല മാക്രോഫേജസ് അതൊക്കെ എത്തും. ആൻഡ് ഇവിടേക്ക് ഈ ഒരു ഡിസ്റപ്ഷൻ വന്ന സ്ഥലത്തേക്ക് നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ പാർട്ടിക്കിൾസ്, അങ്ങനെ വേണം നമ്മൾ അതിനെ പറയാം. കാരണം കൊളസ്ട്രോൾ അല്ലാതെ ശരിക്കും ലൈപ്പോ പ്രോട്ടീൻ, ആ കൊളസ്ട്രോൾ പാർട്ടിക്കിൾസ് അവിടെ അറ്റാച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടുത്ത ഇൻഫ്ലമേറ്ററി പ്രോസസ് തുടങ്ങുകയായി. നമ്മുടെ ശരീരം അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു. അത് എന്ന് എൽ ഡി എൽ കൊളസ്ട്രോൾ പാർട്ടിക്കിൾസിനെ മാറ്റാൻ ശ്രമിക്കുന്നു. അതിനെ ആ കോശങ്ങൾ അത് ഇൻജസ്റ്റ് ചെയ്യാണ്. ആ കോശങ്ങൾ അതിനെ ഉള്ളിലാക്കും. അതെ, അങ്ങനെ ഫോം സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾ ഉണ്ടാകുന്നു. അത് വീണ്ടും ഫർദർ ഇൻഫ്ലമേഷന് വഴിതെളിക്കുന്നു.
ഉത്സവത്തിന് ലാത്തി ചാർജ് ഉണ്ടാവുന്ന ഒരു ബഹളം നടന്ന് ലാത്തി ചാർജ് ഉണ്ടാവുന്നതായിട്ട് ഒരു കാസ്കേഡ് ഓഫ് ഇൻഫ്ലമേറ്ററി ഇവൻസ് അപ്പൊ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോലീസ് സാധാരണ ശ്രമിക്കുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് പ്രശ്നമെങ്കിൽ ഒരു വിഭാഗത്തിൽ ഒരു മൂലയിലേക്ക് അങ്ങ് ആക്കുക, അവിടെ അതിനെ അങ്ങ് സെക്വസ്ട്രേറ്റ് ചെയ്യും. ശരീരം അങ്ങനെയാണ്. ഇതിനെ അവിടെ ആ ഒരു ഏരിയയിൽ അങ്ങ് ഒതുക്കാനായിട്ട് ശരീരം ശ്രമിക്കും. അവിടെ ഒന്ന് അതിനെ വോൾ ഓഫ്, അതിന് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. പക്ഷേ അവിടെ വെച്ച് ആ കഥ തീർന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. ചിലർക്ക് അവിടെ വെച്ച് ആ സ്റ്റോറി എൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ഭൂരിഭാഗം ജനങ്ങളിലും ഇത് ഒരു ചലച്ചിത്രം എന്നുള്ള ലെവലിൽ നിന്ന് മാറി ഒരിക്കലും എപ്പിസോഡുകൾ തീരാത്ത ഒരു സീരിയലായി മാറും. ഒരു തരത്തിലുള്ളൊരു സംഗതി വോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്ലാക്ക് എന്ന് വിളിക്കും. ഒരു സ്റ്റേബിൾ പ്ലാക്ക് വലിയ ഇഷ്യൂ ഉണ്ടാകാറില്ല അൺലെസ് അത്ര ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കും. ഒരു സ്റ്റേബിൾ പ്ലാക്ക്, നമ്മളിപ്പോൾ ഇത് ഹൃദയത്തിലെ രക്തക്കുഴലുകളുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇത് ശരീരത്തിലെ ഏത് രക്തക്കുഴലിലും സംഭവിക്കാം. ശരീരത്തിലെ രക്തക്കുഴലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് വളരെ ചെറുതാണ്. അവിടെ വളരെ അതിൻ്റെ സൈസ് സാധാരണ രക്തക്കുഴലുകളേക്കാൾ വളരെ കുറവാണ്. അത് എൻഡ് ആർട്ടറീസ് എന്നും പറയും. എന്ന് പറഞ്ഞാൽ അതിന് പിന്നീട് ബ്രാഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. അത് യൂഷ്വലി അത് ഉണ്ടാവില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് വളരെ വേഗം ഒരു ക്രിട്ടിക്കൽ ബ്ലോക്കായി മാറാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷെ അതേസമയത്ത് ഇവിടെ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ എൻവയൺമെന്റും നമ്മൾക്ക് എതിരെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഫർദർ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും ഈ പ്ലാക്കിന്റെ നടുക്കുള്ള ഭാഗം രക്തയോട്ടമൊന്നും കിട്ടാത്തത് നെക്രോസ്ഡ് ആകുകയും ചെയ്തു കഴിഞ്ഞാൽ, ഓക്കെ, ചില സമയത്ത് ഈ പ്ലാക്ക് പൊട്ടാം. അതിൻ്റെ ഇന്റഗ്രിറ്റി അങ്ങ് ഒരിക്കലത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം വളരെ വേഗം അതിനെതിരെ റിയാക്ട് ചെയ്യും. അവിടെ പ്ലേറ്റ്ലെറ്റ്സ് പെട്ടെന്ന് അവിടേക്ക് അട്രാക്റ്റഡ് ആയി അതിനെ സീൽ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾറെഡി ഒരു 50% ബ്ലോക്ക് ഉള്ള ഒരു ചെറിയ രക്തക്കുഴലിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ വളരെ വേഗം 50 എന്നുള്ളത് 75 80 പോകും ആ ബ്ലോക്ക്. അപ്പോഴതിനൊരു ക്രിട്ടിക്കൽ സ്റ്റീനോസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക്, നമ്മളിപ്പോൾ പല യുദ്ധങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ യുദ്ധത്തിന്റെ പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ പറയാ ഇന്ന ആ സ്ട്രിപ്പ് അങ്ങ് അടച്ചു, ഇനി അപ്പുറത്തേക്ക് കുടിവെള്ളം കിട്ടില്ല, വളരെ രൂക്ഷമാണ് പ്രശ്നം എന്ന് പറയുന്നത് പോലെ ഇത് പ്രധാനപ്പെട്ട നമ്മുടെ ഹൃദയത്തിലെ കോശങ്ങളിലേക്കുള്ള രക്തോട്ടം വളരെ പെട്ടെന്ന് സെക്കൻഡുകളോ മിനിറ്റുകളോ കൊണ്ടില്ലാതാവും. ഒരു ഹൃദ്രോഗം ഉണ്ടാകുന്നതിൻ്റെ വളരെ സങ്കീർണമായിട്ടൊരു പത്തോഫിസിയോളജിയാണ് ഡോക്ടർ സുധീർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, രക്തത്തിൽ കൂടെ ഒഴുകുന്ന കൊളസ്ട്രോൾ അല്ല രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന രീതിയിൽ മാറുന്ന കൊളസ്ട്രോൾ. നമ്മുടെ ശരീരത്തിന് വളരെ എസെൻഷ്യലായിട്ടുള്ള കൊളസ്ട്രോൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ വില്ലനായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഇന്ന് വളരെയധികം ഫോക്കസ് ചെയ്യാവുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണാവുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സുകൾ ഫങ്ഷൻ മെഡിസിനിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സുധീർ, ഫങ്ഷൻ മെഡിസിൻ ഒരു പെർസ്പെക്റ്റീവ് എന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി താങ്കളുടെ പ്രാക്ടീസിനെ ആ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഹൃദയാരോഗ്യമോ ഹൃദ്രോഗമോ ഏത് ഡിസീസ് പ്രോസസ്സിനോ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫങ്ഷണൽ മെഡിസിൻ പെർസ്പെക്റ്റീവാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇഫ് യു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ദ ഡിസീസ് പ്രോസസ്സസ് ഡിസപ്പിയർ ബൈ ദംസെൽവ്സ്. മാത്രമല്ല ഇപ്പോൾ ഹൃദയാഘാതമോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ ഒരു ഒറ്റപ്പെട്ട വിഷയമായിട്ടല്ല പലപ്പോഴും വ്യക്തിയിൽ ഉണ്ടാവുന്നത്. മറ്റു പല വിഷയങ്ങളുടെയും കൂടെയാണല്ലോ ഇത് വരുന്നത്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് തന്നെ ഒരുപക്ഷെ പ്രമേഹമുണ്ടാവാം, അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുണ്ടാവാം. അതുപോലത്തെ മറ്റ് പല വിഷയങ്ങളുടെ കൂടെ ഒന്നാണ് ഹൃദയ സംബന്ധമായ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. കാര്യം ഹൃദ്രോഗത്തിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയാത്ത റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, മോഡിഫയബിളും ഉണ്ട്. മോഡിഫൈ ചെയ്യാൻ കഴിയുമ്പോൾ പ്രായം, മെയിൽ സെക്സ്, ഇതൊക്കെ നോൺ മോഡിഫയബിൾ ആണ്. ഒരു പരിധിവരെ നമ്മുടെ ജനറ്റിക്സ്, എപ്പിജനറ്റിക്സ് ഉണ്ടെങ്കിൽ പോലും ഒരു ഹൈ ജനറ്റിക് റിസ്ക് ഉണ്ടെങ്കിൽ യെസ്, അത് ഒരു പരിധിവരെ നോൺ മോഡിഫയബിളിൽ തന്നെ പെടുത്താം. പക്ഷെ മോഡിഫൈ ആവുന്ന ഒട്ടനവധി റിസ്ക് ഫാക്ടേഴ്സ് അല്ലാതെയുണ്ട്. നമ്പർ 1 വിൽ ബി സ്മോക്കിംഗ്. ഓക്കെ, നമ്പർ 2 വിൽ ബി certain comorbid conditions.
അതായത് ഡയബറ്റീസ്, കൂടെയുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഡയബറ്റീസ് ആയിക്കോട്ടെ, ഉയർന്ന രക്തസമ്മർദ്ദം, ഡിസ്ലൈപ്പിഡീമിയ, താളം തെറ്റിയ നമ്മുടെ കൊളസ്ട്രോൾ ലെവലുകൾ, നമ്മളതിനെക്കുറിച്ച് ബ്രീഫായിട്ട് നേരത്തെ സംസാരിച്ചു. വീണ്ടും ഒരു സിനിമ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മന്ത്രവാദത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറോട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് മണിച്ചേർത്ത താഴിൽ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉടലെടുക്കുന്നത്. പക്ഷെ അതിന്റെ ഒറിജിനിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് ഒരു ഫങ്ഷണൽ മെഡിസിൻ അപ്രോച്ചിൽ ഉദ്ദേശിക്കുന്നത്. കാര്യം സംഭവം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകളോ സെക്കൻഡുകളോ മാത്രമാണ് നമുക്ക് പലപ്പോഴും കിട്ടുന്നത് എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ മുമ്പേ തുടങ്ങേണ്ട, അല്ലെങ്കിൽ ഒരു പ്രൈമറി പ്രിവെൻഷൻ, ഈവൻ പ്രൈമോർഡിയൽ പ്രിവെൻഷൻ ലെവലിൽ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഹൃദയാരോഗ്യം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ഇന്റേണൽ മെഡിസിൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഹൃദയ ആരോഗ്യത്തിനെ സംബന്ധിച്ചോ ഹൃദ്രോഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ വളരെ വിശദമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അത് ഒരു കൺവെൻഷണൽ മെഡിക്കൽ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ പലപ്പോഴും മരുന്നുകളുടെ ഒരു ബഹളത്തിൽ അത് പുറന്തള്ളപ്പെട്ടു പോവുകയാണ് പതിവ്. കാരണം ഫലപ്രദമായ മരുന്നുകളുണ്ട് എന്നുള്ളത് തർക്ക ഇല്ലാത്ത വിഷയം. കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ഫലപ്രദമായ മരുന്നുകളുണ്ട്, അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് കാര്യങ്ങൾ ഒരു പ്രോഗ്രസ് ചെയ്ത് ഏകദേശം നമ്മുടെ പിടിവിട്ട് പോകാറാകുമ്പോൾ ഒരു തരത്തിൽ നമ്മൾ തടഞ്ഞു നിർത്തും, ഒരു തരത്തിൽ മാനേജ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയൂ. ഒരു സിംറ്റം മാനേജ്മെന്റ് ആയിട്ട് നടക്കും. സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തെയാണ് ലക്ഷ്യപ്പെടുന്നതെങ്കിൽ, അതിലൂടെ ഹൃദയാരോഗ്യമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കും. എനിക്ക് സംസാരിക്കാൻ കുറച്ചും കൂടെ രസം സ്റ്റാറ്റിനുകളെ കുറിച്ചും ആന്റിപ്ലേറ്ററുകളെ കുറിച്ചാണെങ്കിലും ഇവിടെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിനെ കുറിച്ചും അതിലുള്ള അമിതമായ അന്നജത്തിനെ കുറിച്ചും അതിനോട് നമ്മൾ ഉപയോഗിക്കുന്ന തെറ്റായ കൊഴുപ്പുകളെ കുറിച്ചും അമിതമായ ഭക്ഷണത്തിന്റെ അളവുകളെ കുറിച്ചും തെറ്റായ മീൽ ടൈമിങ്സിനെ കുറിച്ചും ഇന്ന് ഉറക്കമില്ലായ്മയെ കുറിച്ചും ഉയർന്നു വരുന്ന ജീവിത സമ്മർദ്ദം, അതിനെ നേരിടാനുള്ള വേണ്ടത്ര കഴിവുകൾ നേടിയെടുക്കാത്തതിനെ കുറിച്ചും ഇന്ന് നമ്മൾ ശിഥിലീകരിച്ചു പോകുന്ന ബന്ധങ്ങളെ കുറിച്ചും ഇനി നമ്മുടെ ശരീരത്തിൽ നമ്മളോടൊപ്പം വസിക്കുന്ന നമ്മളുടെ സൂക്ഷ്മാണു വ്യവസ്ഥ അല്ലെങ്കിൽ മൈക്രോബയോമിനെ കുറിച്ചും എന്തിന് നമ്മുടെ ചുറ്റുമുള്ള നമ്മളെ കോൺസ്റ്റന്റ്ലി നമ്മളുടെ ഒരു ടോക്സിക് എൻവയൺമെന്റിലാക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയെ കുറിച്ചും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഹൃദയാരോഗ്യം എന്നുള്ള വിഷയത്തിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ അപ്രോച്ച് ആവുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഫങ്ഷണൽ മെഡിസിൻ പ്രൊമോട്ട്സ്. ഇത് മോഡേൺ മെഡിസിൻ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്, ഇത് തർക്കമില്ലാത്ത വിഷയങ്ങളാണ്. പക്ഷെ ഇതിനെ സ്റ്റാറ്റിൻ പോലൊരു ഗുളികയായിട്ടോ എക്കോസ്പിരിൻ പോലൊരു ഗുളികയായിട്ടോ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞതെങ്കിൽ, കാരണം വളരെ രസകരമായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല പോഡ്കാസ്റ്റിലും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, ഓർക്കുന്നുണ്ടാവും. ഇഫ് എക്സസൈസ് കുഡ് ബി സോൾഡ് ആസ് എ മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ പിൽ, that will be the largest selling medication in the history of mankind. അപ്പോൾ ഇത്രയും സമയം സംസാരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഹൃദയാഘാതമായിക്കോട്ടെ, ഇതിനെയൊക്കെ ഇന്ന് ഒരു പരിധിവരെ ഫലപ്രദമായിട്ട് നേരിടാനും ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമ്മളിന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷേ ഈ ബഹളത്തിനിടയ്ക്ക് മുങ്ങിപ്പോകാൻ പാടില്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ പൊതുവായ ആരോഗ്യവും അതിൻ്റെ ഭാഗമായി ഹൃദയത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില ഫണ്ടമെൻ്റലായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒരുപക്ഷേ ഫങ്ഷണൽ മെഡിസിൻ ഇതിന് തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നേരത്തെ ഡോക്ടർ സുധീർ പറഞ്ഞ പോലെ നമ്മുടെ ഭക്ഷണമാവാം, പോഷക രീതികളാവാം, വ്യായാമമാവാം, ഉറക്കമാവാം, മാനസികാരോഗ്യമാവാം തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലാതെ ചർച്ച പൂർണ്ണമായും അതെറോസ്ക്ലിറോസിസിലോട്ടും ഹാർട്ട് അറ്റാക്കുകളിലോട്ടും സ്റ്റാറ്റിൻസിലോട്ടും എക്കോസ്പിരിനിലോട്ടും ചുരുങ്ങിപ്പോകുന്നത് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്.